ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത, പ്രത്യേകത ബഹുസ്വരതയാണ്, നാനാത്വത്തിലെ ഏകത്വമാണ്. ആസേതു ഹിമാചലം, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഉൾപ്പെടെ കാശ്മീർ മുതൽ തുടങ്ങി നാഗാലാൻഡും മിസോറാമും മണിപ്പൂറും തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളവും തമിഴ്നാടുമൊക്കെ വരുന്ന ദ്രാവിഡ സംസ്കാരവും ആര്യ സംസ്കാരവും നാനാജാതികൾ, മതങ്ങൾ, വർഗങ്ങൾ, വർണ്ണങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, ആചാരങ്ങൾ, ഭക്ഷണ രീതികൾ, സംസ്കൃതികൾ, ചരിത്രങ്ങൾ, വളരെ വൈവിധ്യമുള്ള 140 കോടിയുടെ ഒരു ഇടം. ആ നാനാത്വത്തിലെ ഏകത്വമാണ് ഒരു ഹാരത്തിൽ പൂക്കൾ നിൽക്കുന്നത് പോലെ. ഹാരത്തിൽ പൂക്കൾ നിൽക്കുമ്പോൾ ഹാരത്തിൻ്റെ പൂക്കളാണ് നമ്മൾ പുറത്ത് കാണുന്നതെങ്കിൽ, പൂക്കളുടെ നർമ്മണവും സൗരഭ്യവും സൗന്ദര്യവുമാണ് നമ്മൾ പുറത്ത് കാണുന്നതെങ്കിൽ, അതിനിടയിലൂടെ ഒരു നൂലിഴ കെട്ടിയിട്ടുണ്ടാകും. ആ നൂലിഴയാണ് ഇതിനെ കോർത്തിണക്കി അങ്ങനെ സൗന്ദര്യമുള്ള ഹാരമാക്കി മാറ്റിയത്. ആ നൂലിഴയാണ് ഈ ഭാരതത്തിലെ ഇൻ്റഗ്രിറ്റി, ഇവിടുത്തെ ധർമ്മം, ഇവിടുത്തെ ഭരണഘടന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ നൂലിഴ എന്ന് പറയുന്നത്. ആ നൂലിഴയുടെ പേര് ബഹുസ്വരത എന്നുകൂടിയാണ്. അങ്ങനെ ബഹുസ്വരമായ എല്ലാവരുടെ സ്വരങ്ങൾക്കും അവസരമുള്ള, അപശ്രുതികൾക്ക് പോലും അവസരമുള്ള, പാഴ്സ്വരങ്ങൾക്കും അവസരമുള്ള ഒരു ഭൂമികയാണ്. ഇങ്ങനെ ലോകത്തൊരിടത്തുമില്ല, ഒരു സ്ഥലത്തും ഇനി ഉണ്ടാകാനും സാധ്യതയില്ല. അത് ഈ മണ്ണിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇവിടെയാണ് വലിയ ഒരു വിവാദം ഇപ്പോൾ ഈ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും കിടന്ന് കറങ്ങി അടിക്കുന്നത്. മിക്സിയിൽ അടിക്കും പോലെ, മിക്സിയിൽ സ്പീഡ് കൂട്ടി അടിക്കും പോലെ കറങ്ങി അടിക്കുകയാണ്. വിഷയം മറ്റൊന്നല്ല, PM ശ്രീ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, PM ഉഷ പദ്ധതി, ഇങ്ങനെ കുറേ പ്രോജക്റ്റുകൾ കേന്ദ്ര സർക്കാർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി നടപ്പിലാക്കി വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് PM ഉഷ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അങ്കണവാടി മുതൽ സ്കൂൾ വിദ്യാഭ്യാസം വരെ +2 വരെയുള്ള വിദ്യാഭ്യാസത്തിൽ PM ശ്രീ. ഈ PM ശ്രീ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ സ്കൂളുകളും കൂടി തുടങ്ങാൻ പോകുന്നു. ആ സ്കൂളുകളിലെ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് തർക്കം. സിലബസ് പറയുമ്പോഴത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. NCERTയുടെ സിലബസ് ആൾറെഡി മാറിക്കൊണ്ടേയിരിക്കുന്നു. സ്റ്റേറ്റുകൾക്ക് സിലബസ് ഉണ്ടാക്കാൻ അവകാശമുണ്ട്. ഇനി NCERT പാറ്റേണിലുള്ള കുറേ കാര്യങ്ങൾ സ്റ്റേറ്റ് സിലബസ് ചേർക്കണമെന്ന് പറയാറുണ്ട്. അങ്ങനെ ചേർക്കണമെന്ന് പറയുമ്പോഴും സ്റ്റേറ്റിൻ്റെ കരിക്കുലം കമ്മിറ്റിക്കും സിലബസ് കമ്മിറ്റിക്കും വലിയ അപ്പർ ഹാൻഡ് ഉണ്ട്. ഇപ്പോൾ SCERT പോലുള്ള സംവിധാനം, കേരളത്തിൽ SCERT ആണ്. അപ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന SCERT പോലുള്ള സംവിധാനങ്ങൾ രാജ്യത്തുണ്ട് പല സ്റ്റേറ്റുകളിലും. അവരാണ് ഇതിൻ്റെ സിലബസും കരിക്കുലം തയ്യാറാക്കുന്നത്. ഇതിനിടയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പിൽ വേറൊരു വിഭാഗം കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഭാരതത്തിൻ്റെ അറിവിൻ്റെ ജ്ഞാന സിസ്റ്റം വ്യവസ്ഥ എന്നാണ് പഠിക്കുന്നതിന് വേണ്ടി. അത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രാദേശിക നോളജുകൾ, ജ്ഞാനത്തെക്കുറിച്ചുള്ള പഠനമാണ്. അത് NGOസിന് പൈസ കൊടുക്കാറുണ്ട്, അക്കാഡമിഷ്യന്മാർക്ക് പൈസ കൊടുക്കാറുണ്ട്, ഒരുപാട് പ്രൊഫസർമാർക്ക് പൈസ കൊടുക്കും. കേരളത്തിൽ ഒരുപാട് സഹാക്കളായിട്ടുള്ള പ്രൊഫസർമാർ ഓരോരൊക്കെ ഈ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇതിനകത്തുണ്ട്. പ്രശ്നം അതല്ല. NCERTയുടെ ബുക്കുകളിൽ UPA ഗവൺമെൻറ് ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ നാളിതുവരെ പറഞ്ഞു വച്ച ചരിത്രത്തിൽ ഒരു ഭാഗമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഉദാഹരണം, ഭാരതത്തിൻ്റെ ശാസ്ത്രകാരന്മാർ, സാങ്കേതിക വിദഗ്ധർ, ഭാരതത്തിലേക്ക് പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ, ഭാരതത്തിൻ്റെ മിത്തുകളിൽ കിടക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും ക്ലാസിക് എക്സാമ്പിളും വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരാണ്, ശരിയാണ്. പക്ഷേ ഭാരതത്തിൽ മഹാഭാരതത്തിലും രാമായണത്തിലുമൊക്കെ പുഷ്പ വിമാനത്തിൻ്റെ കഥ പറയുന്നു. അതൊരു മിത്താണെങ്കിലും അങ്ങനെ ഒരു സന്ദർഭം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, സിദ്ധാന്തം, നമ്മൾ ആറ്റം സിദ്ധാന്തം കണ്ടുപിടിച്ചത് വേറെ ആളാണ്, വിദേശിയാണ്. പക്ഷേ ഇവിടെ കണാദൻ്റെ സിദ്ധാന്തം കിടക്കുന്നു, CV രാമൻ്റെ സിദ്ധാന്തം കിടക്കുന്നു. അങ്ങനെ ഇഞ്ഞെടുത്താൽ നമ്മുടെ APJ അബ്ദുൽ കലാം വരെ ഉള്ള ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിലും ഒരുപാട് ചരകനും സുശ്രുതനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയുർവേദ ഭിക്ഷുക്കരന്മാരുണ്ട്, സർജറി, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഭാരതത്തിലും ഉണ്ടായിരുന്നു. ഇത് സിലബസിൽ വേണം എന്നൊരു പ്രശ്നം ആണ്, ഒരു പ്രശ്നം ഇന്ത്യൻ നോളജ് സിസ്റ്റം. പിന്നെ ഇന്ത്യയിലെ പ്രാദേശിക അറിവുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഛത്രപതി ശിവജിയെക്കുറിച്ച് പഠിപ്പിക്കണം എന്നതാണ് പുതിയൊരു കാഴ്ചപ്പാട്.
ഇവിടെ വരുന്നൊരു പ്രശ്നം, വളരെ വലിയൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ആ പ്രശ്നം പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. NCERTയുടെ സിലബസുകളിൽ വേദങ്ങളെക്കുറിച്ച് പറയാം, വേദങ്ങളുടെ പല പ്രത്യേകിച്ച് ആയുർവേദം, അങ്ങനെ വേദങ്ങളിൽ പറയുന്ന പല കോട്ടിങ്സും പറയാറുണ്ട്. പ്രത്യേകിച്ച് കൾച്ചർ, ഹിസ്റ്ററി, എൻവയോൺമെൻറ്റ്, ഇപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്, കാളിദാസൻ്റെ കൃതികളിൽ ഒരുപാട്, ഇന്ത്യൻ കൃതികളിൽ ഒരുപാട് പരിസ്ഥിതിയെയും പിന്നെ പ്രകൃതിയെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പല കോട്ടിങ്സും ഈ നമ്മുടെ NCERT പുസ്തകങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായൊരു ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. ബഹുസ്വര രാജ്യത്ത് ചോദ്യം, മുസ്ലിങ്ങളുടെ ഖുറാനിലും ഇതുപോലെ പല കാര്യവും പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളുടെ ബൈബിളിലും ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ബുദ്ധൻ്റെ ബുദ്ധമതത്തിലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ജൈനൻ്റെ ജൈനമതത്തിലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, സിഖുകാരുടെ സിഖ് മതത്തിലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി കോട്ട് ചെയ്യണ്ടേ? അങ്ങനെ കോട്ട് ചെയ്യാതിരിക്കുമ്പോൾ മഹാഭാരതവും രാമായണവും അഥർവവേദവും വേദങ്ങളുമെല്ലാം ഹിന്ദു സമാജത്തിനുള്ളതല്ലേ? അതിലുള്ള കോട്ടിങ്സ് പറയുമ്പോൾ ക്രിസ്തീയ മുസ്ലിം വിഭാഗത്തിൻ്റെ വേദഗ്രന്ഥങ്ങളുടെ കോട്ടിങ്സ് കൂടി പറയണ്ടേ? അപ്പോഴല്ലേ ബഹുസ്വരതയാവുകയുള്ളൂ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇൻവേഷൻ നടന്നിട്ടുണ്ട് ഭാരതത്തിൽ. 2000 വർഷത്തെ ഇൻവേഷനുണ്ട്. ബ്രിട്ടീഷുകാർ, മുഗൾ സാമ്രാജ്യക്കാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും, അറബികൾ ഒക്കെ ഇന്ത്യയിൽ വന്ന് ഇൻവേഷൻ നടത്തിയിട്ടുണ്ട്. ഇൻവേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഒരുപാട് അപാകതകളുണ്ട് എന്നുള്ളതാണ് ചരിത്രകാരന്മാർക്കിടയിലുള്ള വിശ്വാസം. ഇന്ത്യ മുന്നണിയല്ല, UPA ഗവൺമെൻറ് ഉണ്ടായിരുന്നവരെ, അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് ആദ്യത്തെ ഗവൺമെൻറ് വരുന്നത് വരെ ഇടതുപക്ഷക്കാർക്കും, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർക്ക്, JNUവിലൊക്കെ ഉള്ള ഇടതുപക്ഷക്കാർക്ക്, ഇന്ത്യയിലെ ഇടതുപക്ഷക്കാർക്ക്, ചരിത്രം എഴുതുന്നവർക്ക്, റോമില താപ്പറെ പോലുള്ള, പണിക്കരെ പോലെയുള്ള ചരിത്രം എഴുതുന്നവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു ഇന്ത്യൻ ചരിത്ര സിലബസൊക്കെ നിർമ്മിക്കുന്നതിൽ. അവർ വളരെ കൃത്യമായി പാശ്ചാത്യ കാര്യങ്ങൾ കൂടുതൽ കയറ്റുകയും ഇന്ത്യൻ കാര്യങ്ങൾ കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് BJP RSS സംഘപരിവാറുകാരുടെ പരാതി. ഇത് നല്ല രസമാണ് ഇത് പഠിച്ചാൽ. ഞാൻ അങ്ങനെ പറയണമല്ല, ഞാൻ ഒരു സംഘത്തെയും ഒന്നിനെയും ന്യായീകരിക്കാനോ അങ്ങനെ പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യൻ ചരിത്രത്തെ ഇടതുപക്ഷക്കാരാണ് കൂടുതൽ അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്, വളച്ചൊടിച്ചു. അതല്ല യഥാർത്ഥ ചരിത്രം എന്ന് സംഘപരിവാർ BJP ഹോൾഡറുകാർ പറയുന്നു. അപ്പോൾ യഥാർത്ഥ ചരിത്രം എന്താണ്? ഇതിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ട്. മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുള്ളത് ചെറിയ പാരഗ്രാഫാക്കി. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ബാബറെക്കുറിച്ചും അക്ബറെക്കുറിച്ചും പഠിക്കാനുള്ളത് കുറച്ചു. ഛത്രപതി ശിവജിയെക്കുറിച്ചും റാണാ പ്രതാപിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഝാൻസി റാണിയെക്കുറിച്ചുള്ള അതുപോലുള്ള സ്വാതന്ത്ര്യ സമര നേതാക്കൾ കേരളത്തിൽ വരുമ്പോൾ വേലുത്തമ്പി ദളവ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ, മാർത്താണ്ഡവർമ്മ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ചരിത്രം കൂടി ഇതിനകത്ത് കയറി വരുന്നു. അപ്പോൾ ഇത് വരുന്നത് ഒരു സംഘപരിവാർ അജണ്ടയാണ് എന്നുള്ള ഒരു വാദം ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ കൾച്ചർ പഠിക്കണമോ, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണമോ, ഇന്ത്യയിലെ ഈ ചരിത്രം പഠിക്കണമോ, വിദേശ ചരിത്രങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ, ഇൻവേഷൻ നടന്ന അധിനിവേശത്തെ ഏത് ആംഗിളിൽ പഠിക്കണം കുട്ടികൾ, വേദങ്ങളിലും ഉപനിഷത്തുകളിലും മഹാഭാരതത്തിലും രാമായണത്തിലും പറയുന്നത് മാത്രം പഠിച്ചാൽ മതിയോ, ഖുറാനിലും ബൈബിളിലും പറയുന്നത് കുട്ടികൾ പഠിക്കണ്ടേ? അങ്ങനെയല്ലേ ബഹുസ്വരതയാവുകയുള്ളൂ? ഇങ്ങനെ അടിസ്ഥാനപരമായ കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ ഗാന്ധിയുടെ അസാസിനേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അത് ഒരു വിഷയം മാത്രമേ RSSുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നുള്ളൂ. ഹിന്ദു മഹാസഭക്കാരനായ ഗോഡ്സെ കൊന്നു. ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ ഒരു സംഘപരിവാർ സംഘടനയല്ലേ? അപ്പോൾ അത് RSSൻ്റെ ഒരു സംഘടനയല്ലേ? പിന്നെ RSSനെ നിരോധിച്ചില്ലേ? ഇങ്ങനെ RSSുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില ഗാന്ധി വധവുമായി ബന്ധപ്പെടുത്തി അത് RSSൽ കൊണ്ട് കെട്ടാൻ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആഗ്രഹിക്കുന്നു. RSSൽ കെട്ടണ്ട എന്ന് BJPക്കാരും RSSകാരും പറഞ്ഞു. അതൊരു വിവാദ വിഷയമായി നിൽപ്പുണ്ട്. ഗാന്ധിജിയെ കൊന്നതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അതൊഴിച്ചാൽ ബാക്കി സിലബസിലെ കാര്യങ്ങളിൽ ഒരു ബഹുസ്വരത എങ്ങനെ ഉറപ്പാക്കാമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആലോചിക്കണം. ചരിത്രം പഠിപ്പിക്കുമ്പോൾ, ഈ പുരാണ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ, മിത്തിനെക്കുറിച്ച് പറയുമ്പോൾ, ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ ബഹുസ്വരത നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് എന്നെപ്പോലുള്ളവരുടെ വാദം. അങ്ങനെ ബഹുസ്വരത നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നെ വീണ്ടും സംഘർഷത്തിലേക്ക് പോകും. രാഷ്ട്രീയമായി പലർക്കും ഇത് മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാവും. ന്യൂനപക്ഷത്തിനെ സമ്പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു, അവരുടെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വരും.
അപ്പോൾ ഇതിൻ്റെ ബാലൻസിങ് എവിടെയാണ് ഇന്ത്യ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? NCERT ആയാലും SCERT ആയാലും SCERTകളായാലും എവിടെയാണ് ഈ ബഹുസ്വരത, ഈ നാനാത്വത്തിലെ ഏകത്വം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ചർച്ച സമൂഹത്തിൽ നടക്കണം. അപ്പോഴും ചരിത്രത്തിൻ്റെ അപനിർമ്മിതികളുമുണ്ട്, യഥാർത്ഥ ചരിത്രവുമുണ്ട്. ഈ യഥാർത്ഥ ചരിത്രം ആര് പഠിപ്പിക്കും? അപനിർമ്മിതികളും ഓരോരുത്തരുടെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചും. ഇപ്പോൾ EMS പറയുന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനം EMS പറയാറുണ്ട്, ഞാനൊരു കണ്ണാടി എടുത്തു വെച്ച് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ മാർസിയൻ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ പറയും, എൻ്റെ കണ്ണാടി മാറ്റി വെച്ച് കഴിയുമ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനായ അഭിപ്രായം പറയാം. പക്ഷേ അതിനെന്ന് പറഞ്ഞ പോലെ മാർസിയൻ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോഴെങ്ങനെ, കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോഴെങ്ങനെ, ഒരു സംഘപരിവാർ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോഴെങ്ങനെ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഇല്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റുകാർ കൂടുതൽ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ AKG പാർക്ക്, EMS പാർക്ക്, എന്തെല്ലാം കാര്യങ്ങൾ അവർ റോഡ് പേരിടുന്നു. EMS ഹാള്, AKG ഹാള്, ഇടതുപക്ഷത്തിൻ്റെ പേരിടും. മറ്റവർ വരുമ്പോൾ സംഘപരിവാറിൻ്റെ പേരിടും. കോൺഗ്രസ്സുകാർ വരുമ്പോൾ കോൺഗ്രസ്സുകാരുടെ പേരിടും. പദ്ധതികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. രാജീവ് ഗാന്ധിയുടെ പേരിൽ പദ്ധതിയുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പദ്ധതിയുണ്ട്, നരേന്ദ്രമോദിയുടെ പേരിൽ പദ്ധതിയില്ല, പ്രധാനമന്ത്രിയുടെ പേരിലെ പദ്ധതിയുള്ളൂ, അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ പദ്ധതിയുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയം കടന്നുകൂടാതിരിക്കാനും പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയം കടന്നുകൂടാതിരിക്കാനും ഒന്നും ഒഴിവാക്കപ്പെടാതിരിക്കാനും ഒരു ബഹുസ്വരമായ രാജ്യത്ത് ഈ ബഹുസ്വരതയും നാനാത്വത്തിലെ ഏകത്വവും എങ്ങനെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാം, അതിലെന്ത് കുട്ടി പഠിക്കണം, വിവാദമുള്ളതിൽ കുട്ടികൾ പഠിക്കാതിരിക്കട്ടെ, അവർ മുതിർന്നിട്ട് പിന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കോട്ടെ എന്നുള്ള ഒരു ചിന്ത നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളത് സിലബസുമായി ബന്ധപ്പെടുത്തി വളരെ ഗൗരവമായൊരു വിഷയമാണ്. ഇത് ചർച്ച ചെയ്ത് തന്നെ മാത്രമേ ഭാരതത്തിനും കേരളത്തിലും അത് NCERT ആയാലും SCERTകളായാലും മുമ്പോട്ട് പോകാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൂടിയായിരിക്കും, മത സാമുദായിക സംഘടനകളുമാണ്.